ഹായ് ബ്രോ, ഐ എം ബ്രോ ഫ്രം മലപ്പുറത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മാസത്തിന് ശേഷം വീണ്ടും ഞാൻ തന്നെ ഇന്നും ഉണ്ടാക്കുന്ന പൊറാട്ട, കോൻ പൊറാട്ട എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം നമ്മൾ ഹോട്ടലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ സാധനങ്ങൾ കമ്മിയാക്കിക്കൊണ്ട് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നായിരുന്നു പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോയിലൊക്കെ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെറിയ പൊറോട്ട ആകുമ്പോൾ നമുക്ക് ടേസ്റ്റോട് കൂടി ചെറുതാക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനിപ്പോൾ ഇരുത്തിരിക്കുന്നത് നമ്മൾ 1.5 കിലോ മൈദയാണ്. നമ്മൾ കോൻ പൊറോട്ട ആകുമ്പോൾ 1 കിലോ മൈദ കൊണ്ട് നമുക്ക് 20-25 പൊറോട്ട ഉണ്ടാക്കാം. അതൊക്കെ അതിക്ക് ആവശ്യമായ സാധനങ്ങൾ വെച്ചാൽ ഉപ്പ് പാകത്തിന്, പിന്നെ പഞ്ചസാര ഒരു നുള്ള്, ഒരു മുട്ട, കുറച്ച് ഓയിൽ, വെള്ളം. ഓക്കെ, ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് എല്ലാം പാടെ കൂട്ടി കുഴച്ചെടുക്കണം. അപ്പോൾ അത് കുഴക്കുമ്പോൾ നല്ലോണം ടൈറ്റ് ആവാതെ, അതായത് നല്ലോണം ലൂസും ആകാതെ ഒരു മീഡിയം പാകത്തിന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു കിലോ മൈദ, 1.5 കിലോ മൈദ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-40-50 പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം. 25 പൊറോട്ട വെച്ച് നോക്കുമ്പോൾ സാധാരണ നമ്മൾ ഹോട്ടലുണ്ടാകുമ്പോൾ 18 പൊറോട്ട 1 കിലോ കൊണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ നല്ല കുഴച്ച് പാകത്തിന് കുഴച്ച് സെറ്റാക്കി കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താണ്ട് ഒരു മുണ്ട് നനച്ചിട്ട് മൂടി വെക്കുക. എടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞെടുത്ത് ഒന്നുകൂടി എടുത്ത് കുഴക്കുക. കുഴച്ചിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറ്റ ചെറുതാക്കിയാണ്, കാരണം നമ്മളിപ്പോൾ പൊറോട്ട കല്ല് അറിയുമ്പോൾ ചെറിയ പത്തിരി കല്ലാണ്, ടൈമിലാണ് പൊറോട്ട അടിക്കുന്നത്. അപ്പോൾ 3 പൊറോട്ട പോകുന്ന കല്ലാണ്. നമ്മൾ ചെറിയ ബോളാക്കി ഒരു 3 പൊറോട്ട, 2 പൊറോട്ട, മാക്സിമം 2 പൊറോട്ട 3 പൊറോട്ട അത് കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ട നൂല് പോലെ പൂ മാതിരി ഇരിക്കുള്ളൂ പൊറോട്ട. അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ചെറിയ ബോളാക്കി ബോളെല്ലാം പിടിച്ച് ഓയിൽ കൊടുത്ത് പൊടിയിട്ടതാ ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് പൊടിയും എണ്ണയിട്ട് മുണ്ട് നനച്ചിട്ട് ഒന്നുകൂടി അതേപോലെ സെറ്റാക്കി വെക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായി കിട്ടുള്ളൂ. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പരത്തിയാൽ മതി. സെറ്റായി കിട്ടണം 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സെറ്റാവുള്ളൂ. സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എണ്ണ കൊടുത്തിട്ട് പരത്തിയിട്ട് ചുറ്റുഭാഗം പരത്തുക, സെൻറ്റർ പരത്താതെ. നമ്മൾ സാധാ ചപ്പാത്തി പരത്തുന്ന മാതിരി നടു പരത്താതെ, എന്നാലും നമുക്ക് കീറാതെ ഒരു പൊട്ടും പൊടിയൊന്നും ഇല്ലാതെ പോലെ കിട്ടും. എന്നിട്ട് ഓയിലും പൊടിയും ഇട്ട്, ഓയിലിട്ടതിന് ശേഷം പൊടിയിട്ട് കീറി ഇതുപോലെ ചുറ്റി അങ്ങനെ നൈസാക്കി. നമ്മൾ ചെറുതാണ് കണ്ടോ, ഈ 2 ബോൾ വെച്ചാണ്ടാണ് നമ്മൾ സാധാ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ 2 ബോൾ വെച്ചാണ്ടാണ് ഒരു പൊറോട്ട 1-2 പൊറോട്ട നമ്മളുണ്ട്. ഇതിപ്പോൾ 2 ബോൾ വെച്ച് കഴിഞ്ഞിട്ട് 1 ബോൾ കൊണ്ട് നമ്മൾ 3 പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. 2 ബോളാണെങ്കിൽ 2 പൊറോട്ട മാക്സിമം നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പം 1 ബോൾ കൊണ്ട് 3 പൊറോട്ട ഉണ്ടാക്കണം. അപ്പോൾ കോൻ പൊറോട്ടൻ്റെ ആ പാകത്തിന് വലുപ്പമാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഒതുക്കി എണ്ണയും കൊടുക്കുക. അതിൻ്റെ സൈഡ് ചുറ്റുഭാഗം പരത്തി നൈസാക്കിയിട്ട്, കീറാതെ നൈസാക്കിയിട്ട് പരത്തുക, സെൻറ്റർ പരത്താതെ. അപ്പോൾ എന്താവും, വീശുമ്പോൾ ഇത് കീറാതെ നല്ല റൗണ്ടിലതെ ഇതുപോലെ നല്ല റൗണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് പൊടിയും എണ്ണ കിട്ടി ചുറ്റി ഇതുപോലെ നൈസാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം കല്ലെല്ലാം കല്ല് ചൂടായതിനു ശേഷം കുറച്ച് വെള്ളം എടുത്ത് കല്ലും തുടച്ച് കഴിഞ്ഞാൽ കല്ല് പൊറോട്ടയുടെ കുറച്ച് സോഫ്റ്റായി കിട്ടും. അതുപോലെ നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പൂ പോലെ കിട്ടണമെങ്കിൽ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ വീശാനും വേണ്ടി പരത്തി അതേമാതിരി തന്നെ ചുറ്റുഭാഗം മാത്രം പരത്തുക, നടു പരത്താതെ ചുറ്റുഭാഗം മാത്രം പരത്തുക. ചുറ്റുഭാഗം പരത്തി എണ്ണ കൊടുത്ത് മറിച്ചിട്ടാൽ മതി. എന്തായാലും നമുക്ക് എന്താവും, ബ്രൗൺ കളർ ആ കളർ കിട്ടണമെങ്കിൽ തിരിച്ചും മറിച്ചുണ്ടായാൽ അവിടെ ഇവിടെയും ചൂട് ഒരുപോലെ ആവില്ല. അപ്പോൾ ചൂട് കണക്കായി കിട്ടാൻ വേണ്ടി കണ്ടോ ആ ബ്രൗൺ കളർ, നമ്മൾ മുട്ടയും പഞ്ചസാരയാണ് ആ കളറിൻ്റെ രഹസ്യം. കണ്ടോ, റൗണ്ടായിട്ട് ഇതിലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിലായിട്ട് വരും. പൊറോട്ടൻ്റെ മണം തന്നെ അടിക്കുന്നുണ്ട്. പൊറോട്ടൻ്റെ മണം നല്ല സ്മെല്ല്. ഇതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഇങ്ങനെ ചായ കൂട്ടിയടിക്കാം.
നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ബ്രൗൺ കളറായിട്ട് കണ്ടോ പൂമാതിരി നല്ല സോഫ്റ്റ് ആയിരിക്കും പൊറോട്ട കണ്ടോ. സോഫ്റ്റായിട്ട് പൂമാതിരി ഉണ്ടോ മടങ്ങിക്കുന്നത്. ഇതിനാണ് നമ്മൾ ചുറ്റുമ്പോഴും നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും മെയിനായിട്ട് കൂട്ടിയാൽ മതി. വേറെ നമ്മൾ 5 മിനിറ്റ് ബോൾ പിടിച്ചിട്ട് സെറ്റാക്കി വെക്കുക. അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. See you again.